You are watching TV Next. നമസ്കാരം സാർ. ഇപ്പോൾ നമ്മുടെ CNB അരവിന്ദാക്ഷ വിഭാഗം ഇന്നൊരു പത്രസമ്മേളനം നടത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കൂടെ നിൽക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് LDF ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നതാണ് ജനങ്ങളുടെ ആവശ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് LDFനെ പിന്തുണക്കാൻ തീരുമാനിച്ചു. അത് ജനങ്ങളിലേക്ക് LDFൻ്റെ നേട്ടങ്ങൾ എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് CMB തനതായിട്ട് തന്നെ കൺവെൻഷൻ വിളിച്ചുകൊണ്ട് LDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എല്ലാ സ്ഥലങ്ങളിലും കോർണർ യോഗങ്ങളും വീട് കയറി അഭ്യർത്ഥന കൊടുത്തും LDFൻ്റെ വിജയത്തിനു വേണ്ടി CMB അരവിന്ദാക്ഷ വിഭാഗം ഒറ്റയ്ക്ക് LDFന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ആ പശ്ചാത്തലത്തിൽ കേരളത്തിൽ LDF അധികാരത്തിൽ വരുമെന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. ഇപ്പോൾ UDFനാണ് മേൽക്കൈ എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ LDF നടത്തിയ വികസന പ്രവർത്തനങ്ങളെല്ലാം പാടെ അവഗണിക്കുന്ന രീതിയിലാണ് എല്ലാത്തിനും ഒരു പ്രസ്താവന വരുന്നത്. അതിനോട് അങ്ങനെ പ്രതികരിക്കും. അത് വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് മാധ്യമരംഗങ്ങളിലേക്ക് കാശ് കൊടുത്തുകൊണ്ടുള്ള രീതിയിലേക്ക് ഇപ്പോൾ അടുത്ത കാലത്ത് അത് വളരെ വ്യാപകമായി പ്രചരണം നടക്കുന്നുണ്ട്. അത് തെറ്റാണെന്നും വസ്തുത ചൂണ്ടിക്കാട്ടാനുമാണ് ഇന്ന് ഞങ്ങൾ പത്രസമ്മേളനം നടത്തുന്നത്. ഞങ്ങൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ ആ നോട്ടീസിൽ അടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ജനങ്ങളിലേക്ക് അത് ഇറങ്ങി ജനങ്ങളിലേക്ക് ഇത് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നതുമുണ്ട്. ഇപ്പോൾ പല ആൾക്കാർക്ക് ഇപ്പോൾ SIR എന്നതുകൊണ്ട് മാക്സിമം അത് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ മാക്സിമം SIRൻ്റെ ഞങ്ങളുടെ ആളുകളുടെ എല്ലാ വോട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ആളുകളിൽ ആരെയും വോട്ടില്ലാത്ത ഇതുവരെ ഇല്ല. ഞങ്ങളുടെ പാർട്ടിക്കാരുടെ എല്ലാവരെയും ഞങ്ങളത് വീടാന്തരവും ഫോൺ വിളിച്ചും എല്ലാം ബന്ധപ്പെട്ട് എല്ലാവരും വോട്ടുകൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നിലവിൽ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ തമ്മിൽ പലരും ഓരോരോ വിഷയങ്ങളുമായി വടാട്ടുപാറ അങ്ങനെയുള്ള പല മേഖലയിലും ഇവർ തമ്മിൽ യോജിപ്പില്ലാതെ ഘടകകക്ഷികളൊക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വന്നിട്ട് രാജാക്ക് വേണ്ടി മൂന്നാർ മേഖലയിലെ എല്ലാം ഞങ്ങളുടെ CMB പാർട്ടി NV രാഘവൻ്റെ പാർട്ടി വെച്ച് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാത്തിനും വോട്ട് ചെയ്യാൻ ഞങ്ങൾ ഇറങ്ങുവാണ്. ഇത് പറയാൻ വേണ്ടി ഞങ്ങൾ സാർ ഇപ്പോൾ കുറച്ചും ഒരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ, അതായത് UDFനാണ് ഈ തെരഞ്ഞെടുപ്പിൽ വളരെയധികം മുന്നോക്കം വരുന്നതെന്ന് പറഞ്ഞു. അത് ശരിക്കും ഒരു തെറ്റായ ഒരു പ്രചരണമാണ്. കാരണം ഇവിടെ കോൺഗ്രസ്സിന് നിലവിൽ 21 MLA മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ പാലക്കാടാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ്സിലല്ലല്ലോ. അപ്പോൾ വെറും 20 MLA മാത്രമുള്ള ഒരു പാർട്ടി ഇനിയിപ്പോൾ കോൺഗ്രസ് തന്നെ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു പ്ലസ് ഒരു 50 സീറ്റെങ്കിലും കൂടുതലായിട്ട് നേടണം. അത് ഈ സാഹചര്യത്തിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം LDFന് ശക്തമായ വികസന പദ്ധതികളുമായി 10 വർഷത്തെ ഭരണത്തിൽ വളരെയധികം മുന്നോക്കം പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UDFൻ്റെ അത് ശരിക്കും പറഞ്ഞാൽ ഒരു അവകാശവാദം മാത്രമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നമ്മുടെ പൊതുജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? പൊതുജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് LDFനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.